ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പ്ലസ് വെരിക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്ലാക്ക് ഉഴുന്ന് വിരകാൻ വേണ്ടി പോവുക കേട്ടോ. അതായത് കറുത്ത ഉഴുന്ന് കിട്ടും, അത് വിരകാൻ വേണ്ടിയിട്ടാണ് പോണത്. ഭയങ്കര ബെനഫിറ്റുള്ള സാധനം കേട്ടോ. ഇത് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഫുഡാണ്. നമ്മളെ പീരിയഡ്സിൻ്റെ ടൈമിൽ, അതുപോലെ തന്നെ പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷം, അങ്ങനെയൊക്കെയുള്ള ടൈമിൽ, ഫസ്റ്റായിട്ട് പീരീഡ് ആവുന്നത് ടൈമിൽ ഇതൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ഫുഡാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഈ ഉഴുന്ന് വിരകിയത് ഭയങ്കര ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ഇത്ര പോലും ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ ലേഹ്യം എന്ന് പറയാൻ പറ്റില്ല. അത്രയ്ക്കും ഉണ്ട്. ഊരവേദനയ്ക്ക്, കാലുവേദനയ്ക്കും ഇതിൽ അയൺ, കാൽസ്യം അങ്ങനെ റിച്ച് ആയിട്ടുണ്ട്. നമ്മൾ ഇത് ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഉണ്ടാക്കി നോക്കി തന്നെ വേണം കേട്ടോ. അപ്പോൾ ഞാൻ 1/2 കിലോനാണ് ഇവിടെ ഉഴുന്ന് എടുത്തിട്ടുള്ളത്. ബ്ലാക്ക് ഉഴുന്ന്, കറുത്ത ഉഴുന്ന് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ചട്ടി ചൂടായി കഴിഞ്ഞിട്ടിട്ട് നന്നായിട്ട് നമ്മൾ വറുത്തെടുക്കണം. വറുത്തെടുത്തിട്ട് ഇതൊരു ചെറുങ്ങനെ ബ്രൗൺ കളറാവുമ്പോൾ, മൂത്ത് കഴിഞ്ഞാൽ അത് നല്ലൊരു മണം വരും. ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാം ജസ്റ്റ് ബ്രൗൺ കളറായി മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റാം. അതിലേക്ക് ഞാൻ 1/2 കിലോ ഉഴുന്നെടുത്തുള്ളത്. അതിലേക്ക് 1 ഗ്ലാസ് ഞാൻ അരി, നമ്മുടെ ചോറ് വെക്കണ അരി വറുത്തിട്ട് ഇതിലേക്ക് ചേർക്കാനുള്ളതാണ്. അപ്പോൾ അതും കൂടി വറക്കാൻ വേണ്ടി പോവുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് വറുത്ത്, നമ്മൾ അരിമണി വറക്കില്ലേ അതുപോലെ എടുക്കണം കേട്ടോ. അപ്പം ഞാനും ദേവിയച്ചും കൂടിയിട്ട് വർത്താനം പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യണം കേട്ടോ. കമ്പനിക്ക് ഒരാളുണ്ടെങ്കിൽ പണിയെടുക്കണത് അറിയേയില്ല. സംസാരിച്ചുകൊണ്ട് നമ്മൾ ഓരോ പണികളും ചെയ്യും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആരെങ്കിലും സംസാരിച്ചിട്ടാണ് ഉണ്ടെങ്കിൽ എത്ര പണിയെടുക്കാനും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ ഞാൻ അരി വറുത്ത് വെച്ച് അതിന് ശേഷം ശർക്കര, മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ചേർത്തിട്ട് നമ്മൾ ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ 1/2 കിലോ അത് എടുത്തുള്ള, അതിനനുസരിച്ച് ഞാൻ ശർക്കര എടുത്തിട്ടുണ്ട്. അവൾക്ക് കുറച്ച് ശർക്കര മധുരം മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അമ്മൂട്ടിക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കുക, അവൾക്ക് മാത്രമല്ല എല്ലാവർക്കും കഴിക്കുക. അപ്പോൾ ഞാൻ ശർക്കര ഉരുക്കാൻ വെച്ച് അപ്പോഴത്തേനും ഇവിടെ ഉഴുന്ന് തണുത്തപ്പോൾ പൊടിക്കാൻ വേണ്ടി അതിലേക്ക് ഒരു 4-5 നമ്മുടെ ഏലക്കായ ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിന് പൊടിച്ച് നല്ല നൈസാക്കി പൊടിച്ച് എടുത്ത് മാറ്റി വെക്കണം കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ ശർക്കര ഉരുകി ഞാൻ തരിച്ച് വീണ്ടും ആ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞാൻ അതൊന്ന് തിളച്ച് വരുമ്പോഴാണ് നമുക്ക് ഈ പൊടിച്ച് വെച്ചിട്ടുള്ള പൊടി ഇട്ട് കൊടുക്കണം. നമ്മുടെ ഉഴുന്ന് പൊടിയില്ലേ, അത് ഇട്ട് കൊടുക്കണം. പക്ഷേ ഇത് കഴിക്കുമ്പോൾ നമ്മൾ ഉഴുന്നേറ്റാണ് ഉണ്ടാക്കിയതെന്ന് മനസ്സിലല്ല. അത്രയ്ക്ക് ടേസ്റ്റി റിച്ച് ഫുഡായിട്ടോ. നമ്മൾ സ്ത്രീകൾക്ക് എന്തായാലും കഴിച്ചിരിക്കണം. അത്രയ്ക്ക് ബെനഫിറ്റ് ഉള്ളതാണ് ഈ ലേഹ്യം. ഇത് കഴിച്ചവർക്കറിയാം ഇതിൻ്റെ ഗുണങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന്. അപ്പം ഞാൻ വെള്ളത്തിലിട്ടിട്ട് നന്നായി ഇളക്കി ഇത് കട്ട പിടിക്കാണ്ട് മിക്സാക്കി എടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നന്നായി കൈ വെച്ചിട്ട് ഈ ശർക്കര നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യത്തിനനുസരിച്ച് ശർക്കര ചേർക്കാം കേട്ടോ. അവൾക്ക് കുറച്ച് മതി. പിന്നെ ഇത് പോരാത്ത വലിയ ശർക്കര, ഞാൻ 3/4 കിലോ ഇതിൻ്റെ ശർക്കര ഞാൻ എടുത്തിട്ട് വലിയ അച്ചായ കാരണം കൊണ്ടാണ് അത് 5-6 എണ്ണമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേ ഞാൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യത്തിനുള്ള ഒരു മധുരത്തിന് അവൾക്ക് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നല്ല വെള്ളം വറ്റി കഴിയുമ്പോൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ല എണ്ണ ഉണ്ടല്ലോ, നല്ല എണ്ണ ഒഴിച്ചിട്ട് വഴറ്റി എടുക്കണം. എന്നിട്ട് കറുത്തുകൊണ്ടിരിക്കും. ആ പരിവാക്കി വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റുഭാഗത്തു നിന്നും എണ്ണ അങ്ങനെ തെളിഞ്ഞ് വരും. ഈ സമയത്തൊക്കെ ഇളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇനിയും വേണമെങ്കിൽ എണ്ണ ചേർക്കണോണ്ട് ഒരു കുഴപ്പമില്ല. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ എള്ളെണ്ണ വേണമെങ്കിൽ ചേർക്കാം, നല്ല എണ്ണ ചേർക്കാം. ഈ 2 എണ്ണകളും ചേർക്കാം കേട്ടോ. അങ്ങനെ ചുറ്റുഭാഗത്തു നിന്ന് എണ്ണ തെളിഞ്ഞ് വന്ന് ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ലേഹ്യം. നല്ല ഗമഗമാന്നുള്ളൊരു മണമാണ്. ഈശ്വര, വീട് മൊത്തം ഭയങ്കര മണമായിരുന്നു. ഭയങ്കര ടേസ്റ്റിയുള്ള ഫുഡാണ്. കുട്ടികൾക്കും വലിയവർക്കും ഗർഭിണിയായി പ്രസവിച്ചിട്ടുള്ള സ്ത്രീകൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഹെൽത്തിന് അത്ര ഉത്തമമായിട്ടുള്ളൊരു സാധനമാണിത്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും